എസ്.എൻ. സംരക്ഷണ സമിതിയുടെയും എസ്.എൻ.ഡി.പി യൂത്ത് മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ എസ്.എൻ. സെൻട്രൽ സ്കൂളിന്റെ മുന്നിൽ പ്രതിഷേധം നടത്തി. നാളെ നടത്താനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് എതിരെയായിരുന്നു സമരം. കായംകുളം എസ്.എൻ. സാംസ്കാരിക സമിതിയിൽ നിയമപരമായി ഈ മാസം 25-ാം തീയതി ഇലക്ഷൻ നടന്നിട്ടുണ്ടെന്നിരിക്കെ ഇനിയൊരു ഇലക്ഷൻ നടത്തി സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ മുൻ ഭരണസമിതി അംഗങ്ങൾ ശ്രമിക്കുകയാണെന്ന് പരാതി. ഈഴവ സമുദായമടക്കമുള്ള പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് നൽകിയിരുന്ന ഫീസ് ആനുകൂല്യം എല്ലാം നിർത്തലാക്കി പ്രദേശവാസികളായ സമിതി അംഗങ്ങളായിരുന്ന മുഴുവൻ ആൾക്കാരെയും ഒഴിവാക്കി സ്കൂളിൽ ശ്രീനാരായണീയർ അല്ലാത്തവരെ തിരികെ കയറ്റി ശ്രീനാരായണീയരെ വെല്ലുവിളിക്കുകയാണെന്നാണ് ആരോപണം. നടത്തി അതിന്റെ രേഖ ഉൾപ്പെടെ നമ്മുടെ കൈവശം ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ ശാഖായോഗത്തിൻ്റെയും എസ്.എൻ.ഡി.പി യൂണിയൻ്റെ ഇതര പോഷക സംഘടനകളെയെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയും ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ ഇവിടെ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന ഇലക്ഷൻ തടയണമെന്നാവശ്യപ്പെട്ട് എസ്.എൻ. സംരക്ഷണ സമിതിയുടെയും എസ്.എൻ.ഡി.പി യൂത്ത് മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ എസ്.എൻ. സെൻട്രൽ സ്കൂളിന്റെയും മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. അഴിമതി ഭരണം അവസാനിപ്പിക്കും. യോഗത്തിൽ യൂത്ത് മൂവ്മെന്റ് കൺവീനർ സോണി വി.എസ്. അധ്യക്ഷത വഹിച്ചു. യൂത്ത് മൂവ്മെന്റ് വൈസ് ചെയർമാൻ സജിത്ത് സ്വാഗതം ആശംസിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രവീൺ കുമാർ നിർവഹിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലം ഈ ഭരണസമിതി വരുന്നതിന് മുമ്പ് കായംകുളം എസ്.എൻ.ഡി.പി യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയായി സ്കൂളിൻ്റെ മാനേജർ കൂടിയായി ചന്ദ്രാസ് അവറുകളുടെ ഭരണത്തിലാണ് സമുദായത്തിൽ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് 30% ഫീസ് അളവിലൂടെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതെല്ലാം വെട്ടിച്ചുരുക്കുകയും അമിതമായ ഫീസ് ഈടാക്കുകയും സമുദായാംഗങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഈ പ്രതിഷേധ യോഗത്തെ അവഗണിച്ച് നാളെ ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കായംകുളം.